എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുത്തെ ജോലി ഞാൻ ചെയ്തോണ്ടിരുന്നിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കുന്നത് ഇവിടെ വലിയൊരു ലാവ പൂള്, ഒന്നല്ല രണ്ടെണ്ണം ഇവിടെയും ഉണ്ട്. പിന്നെ അതാ വേറൊന്ന് ആ ഒരു ഡയറക്ഷനിലും ഉണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് യൂസ് ആവും. ആ ഒരു നെതർ പോർട്ടൽ ക്രീപ്പർ അടുത്തടുത്ത ഞാനില്ല ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോളെല്ലാം മാറി. ഇന്ന് ഞാൻ ചിക്കൻ ഫാം ഉണ്ടാക്കുന്നില്ല. എന്നെ കൊല്ലാൻ വേണ്ടി മാത്രം 3 എണ്ണം. എന്റെ കയ്യിലൊരു വർക്കിംഗ് തിയറി ഉണ്ട്. മോജാങ് എന്തോ ചെയ്തിട്ടുണ്ട് ഗെയിമിനകത്ത്. സൂട്ടുണ്ട്. അതായിരിക്കുന്നതാണ്. ഓക്കെ. ഓ, എന്റെ ആദ്യത്തെ ഡയമണ്ട് കറക്റ്റായിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ കുഴിച്ചു വന്നു. ഈ ഒരു അയൺ ഞാൻ എടുക്കാം, ഈ ഒരു ഡയമണ്ട് ഞാൻ തന്നെ എടുക്കാം. ഒന്നല്ല ഇനിയുണ്ട്. 3 എണ്ണം, കറക്റ്റ് 3 എണ്ണം. 4 എണ്ണം. നമുക്കൊരു പിക്കാസ് ഇപ്പൊ തന്നെ 5 എണ്ണം. നമുക്കൊരു പിക്കാസ് ഇപ്പൊ തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെടുത്തിട്ട് ഞാൻ പുതിയ സെറ്റ് ഒരു ആർമർ ഒന്നും ഉണ്ടാക്കാം. ഒരു ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ബൂട്ട്, പിന്നെ ഒരു ലെഗിൻസ്. പിന്നല്ലാതെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്താ ഫുള്ള് കോപ്പർ ആർമർ ഇട്ടിട്ടുണ്ട്. തിളങ്ങി നിൽക്കുന്നത്. വെളിയിലോട്ട് ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. അപ്പൊ സംഭവം ഈ ഒരു ഡിസ്പെൻസറിന്റെ അകത്തോട്ട് ഈ കോഴി ഇടുന്ന മുട്ടയെല്ലാം ഈ ഒരു ഹോപ്പർ കൊണ്ടെത്തിക്കും. അങ്ങനെ ഇതിനകത്ത് ഒരുപാട് ആ ഒരു മുട്ടയാവുമ്പോൾ ആ ഒരു മുട്ട തനി അത് ഡിസ്പെൻസ് ചെയ്ത് ദാ ഈ ഒരു സ്ലാബിന്റെ മേലോട്ട് എത്തിക്കും. ദാ ഈ ഒരു സ്ലാബിന്റെ മേലോട്ട്. അങ്ങനെ 1-2 മുട്ട പൊട്ടിയിട്ട് ആ ഒരു കൊച്ചു കോഴി കുഞ്ഞ് ഇതിന്റെ മേലെ വന്നു കഴിഞ്ഞാൽ അവന്മാർക്ക് അധികം ആ ഒരു ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ലാവിലോട്ട് ടച്ച് ആവാതെ ഈ സ്ലാബിന്റെ മേലെ അങ്ങനെ നിൽക്കും. കുറെ കഴിയുമ്പോൾ അവന്മാർ വളർന്ന് വലുതാവുമ്പോൾ ഈ ഒരു ലാവന്മാരുടെ തല കുടുങ്ങുകയും ചെയ്യും. ഈ ലാവ കൊണ്ട് മരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചിക്കന് കുക്കായിട്ട് ഈ ഒരു പെട്ടിക്കകത്ത് വന്നിരിക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് ശ്രീ. അപ്പൊ ഞാൻ നിങ്ങൾ എന്തായാലും പോയിട്ട് നാളെ വാ. ടാറ്റാ ബൈ ബൈ.